മാമിനായും ഫ്ലിക്സ് ബസ്സിൽ നമ്മൾ ചെന്നൈയിലോട്ട് പോവാണ് കേട്ടോ. തമിഴ്നാട്ടിൽ കുറച്ച് തമിഴ് വൈബ് പിടിക്കാൻ. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ്റെ ഉദ്യോഗസ്ഥൻ എന്നെ കടത്തിവിട്ട ആളെ തെറി വിളിച്ചു. മെക്കേരോടെയാണ് കേട്ടോ ഞാൻ പട്ടായയിൽ വന്നത്. ഇപ്രാവശ്യം നമ്മുടെ ഷൂവിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. ഒരു സാർ അസ്സലാമലൈക്കും, നിൻ്റെ അതെടുത്തോ. ശരി എന്നാ പോണേ. അങ്ങനെ അവസാനം എൻ്റെ പുതിയ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ വന്നു, 2-3 ദിവസം നിന്നു. ഞാൻ എന്താ വീണ്ടും വീട് വിട്ടു ഇറങ്ങുവാണ്. ഞാൻ പുതിയൊരു പരിപാടി ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് മഴ കേട്ടോ, അതായത് മഴയല്ല, അതായത് ഇനി ഞാൻ ഈ തൊപ്പി ഉപയോഗിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ തലയ്ക്ക് വേണ്ടി. ഇതാണ് കേട്ടോ ഇനി എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന തൊപ്പി. എൻ്റെ നമ്മുടെ കല്യാണത്തിന് വന്ന കസിയില്ലേ, എൻ്റെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈവൻ്റൊക്കെ നടത്തുന്ന, അപ്പോൾ ഡ്രീം ക്യാച്ചർ ഇവൻ്റാണ്, ഡ്രീം ക്യാച്ചർ എന്ന് കൂടെ പറയാം. അപ്പോൾ പുള്ളിയാണ് എന്നെ ആക്ച്വലി കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അവരും പുള്ളിയുടെ വൈഫും, അതായത് വൈഫും എൻ്റെ ഒരു അനിയത്തി തന്നെയാണ്. അപ്പോൾ അവരെന്നെ സിറ്റിയിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അവരങ്ങനെ എത്തിയിട്ടുണ്ട്. ഹലോ 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 ഹലോ, ഇതാണ് കേട്ടോ നമ്മുടെ കപ്പിൾസിനെ ഞാൻ കാണിച്ചു തരാം. സുവന ഒരു ഹായ് പറ. കപ്പിൾസ് ഡ്രീം ക്യാച്ചർ മുതലാളി വിഷ്ണു വാ, എൻ്റെ ചെറുക്കൻ വിഷ്ണു. കുട്ടാ പോട്ടാ പോട്ടാ കുട്ടാ, ചുമ്മാ പോട്ടാ ശരി പോണേ. പാക്കലാം. ആൾക്കാർ പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കില്ല എന്നുള്ള, പെമ്പിള്ളേരെ മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ. നിന്നെ ഞാൻ നല്ലപോലെ കെട്ടിപ്പിടിക്കട്ടാ, ഒരു ഉമ്മയെ കൊടുക്കട്ടെ. പോട്ടാ ശരിയാണേ. ഞാനും മാമിനായും ഫ്ലിക്സ് ബസ്സിൽ നമ്മൾ ചെന്നൈയിലോട്ട് പോവാണ് കേട്ടോ. തമിഴ്നാട്ടിൽ കുറച്ച് തമിഴ് വൈബ് പിടിക്കാൻ. മാമിന ഹായ് പറ. ഫുള്ള് ട്രാഫിക്കാണ് കേട്ടോ. പണി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊക്കെ ആൻറ്റി എന്നെപ്പോലെ നമ്മളെപ്പോലെ തിരക്കുള്ള ആൻറ്റി റോഡൊക്കെ നിർത്തിപ്പിച്ച് നമ്മളെ വിടുവാണ് കേട്ടോ. താങ്ക് യു മൈ ഗോഡ് ആൻറ്റി, താങ്ക് യു ആൻറ്റി പവർ. എൻ്റെ ബസ് കിട്ടിയില്ലെങ്കിൽ ഫ്ലിക്സ് ബസ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഫ്ലിക്സ് ബസ് എന്ന് പറയുന്ന ബ്രാൻഡ് യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സംഭവമാണ്. യൂറോപ്പിലെ വളരെ കോമൺ ആയിട്ടുള്ള ബസ്സാണ്. അതിൻ്റെ പ്രധാന കാരണം ട്രെയിൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ യൂറോപ്പിൽ പല ആളുകളും ഫ്ലിക്സ് ബസ് അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ബസ് ഷെയർ ചെയ്ത്, ബസ്സല്ല കാറ്, പ്രൈവറ്റ് ആയിട്ടുള്ള കാറ്, ആൾക്കാർ മറ്റോട്ട് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പം അത് ഷെയർ ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേര് മറന്നു കേട്ടോ. അയ്യോ എന്തോ ഒമി ബസ്സല്ല സോറി, അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ എൻ്റെ ആവശ്യത്തിന് പോവാണ്. അപ്പം ഞാൻ ഈ ആപ്ലിക്കേഷനിലിടും തിരുവനന്തപുരം വരെ ടു കൊല്ലം വരെ ഈ സമയത്തിനുള്ളിൽ ഈ സമയത്ത് പോകുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് കൊല്ലം പോകണം, പോകുമ്പോൾ ഇയാളുടെ പ്രൊഫൈൽ കാണും. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം, അവർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ഇത്ര പൈസയ്ക്ക് എന്നെ വണ്ടിയിൽ കയറ്റും. ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ പേര് പറഞ്ഞു അറിയാമെന്നുള്ളൊരു കമൻറ്റ് ഇടും. അപ്പോൾ ഫ്ലിക്സ് ബസ് ആദ്യമായിട്ടാണ് കേരളത്തിൽ എന്ന് തോന്നുന്നു. ആദ്യമായിട്ടല്ലെങ്കിൽ ഒരു 6 മാസത്തിൻ്റെ ഇടയിലാണ് വന്നത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണ്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ, ഇതാണ് നമ്മുടെ രാജ്ഭവൻ കേട്ടോ. തിരുവനന്തപുരത്തെ രാജ്ഭവനാണ് നിങ്ങൾ ഈ കാണുന്നത്. ആണ്ടേ ഈ കാണുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് പണിത റോഡ്. ഈ കാണുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ ആസ്ഥാനമൊക്കെയാണ് കേട്ടോ. ആസ്ഥാന മന്ദിരമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ കുഞ്ഞ് പാത്താണ് കേട്ടോ, നമ്മുടെ പച്ചപ്പാത്ത്, അതായത് സൈക്കിൾ പോകാൻ. പക്ഷെ അവിടെ എല്ലാം നോ പാർക്കിങ്ങിൻ്റെ ബോർഡ്, ആളുകൾ വണ്ടി പാർക്ക് ചെയ്യുന്നു, ആ മരങ്ങൾ മുറിഞ്ഞ് കിടക്കുന്നു. പിന്നെ ആര് സൈക്കിൾ ഇതിലേക്കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നോ കേട്ടോ. നല്ല രസമായിട്ട് അവർ വെച്ചിട്ട് അവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തിന് നമ്മൾ വിട പറയാനായിട്ട് പോകുന്നു. എൻ്റെ തിരുവനന്തപുരത്തെ അവസാനം, നമ്മൾ തിരുവനന്തപുരം എന്നാണ് പേര്, പക്ഷെ നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരം എന്നാണ് കേട്ടോ പറയുന്നത്. തിരുവനന്തപുരം. ആമിനായെ പരിചയപ്പെടുത്തിയില്ല. തൻസിറാക്കയെ അറിയാം, എൻ്റെ കസിനാണ്. ആമിനായും എൻ്റെ കസിനാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പെരിയ ആയുർവേദ ഡോക്ടറാണ് അല്ലേ? സൊല്ലുക ആമിന. 3 മാസം കഴിഞ്ഞാ, സോറി കേട്ടോ, 3 മാസം കഴിഞ്ഞാ തമിഴ്നാട്ടിലെ പെരിയ ആയുർവേദ ഡോക്ടറായി മാറും. പക്ഷേ നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലിക്സ് ബസ്സിനെ ജർമ്മനിൽ പറയുന്നത് ഫ്ലിക്സ് ബുസ് എന്നാണ് കേട്ടോ. കാരണം ഇത് ജർമ്മൻ കമ്പനിയാണ്, മ്യൂണിക്കാണ് കേട്ടോ ആസ്ഥാനം, ജർമ്മനിയിലെ സദേൺ ജർമ്മനിയിലെ ഭാഗം. എൻ്റെ തൊപ്പി ഇപ്പം മറന്നു പോയേനാ. ഞാനങ്ങനെ ഈ കാണുന്ന ഫ്ലിക്സ് ബസ്സിൽ
ജർമ്മൻ ലാംഗ്വേജിൽ ഫ്ലിക്സ് ബൂസ്. യെസ്, ഫ്ലിക്സ് ബൂസ്റ്റിൽ പോവാണ്. മനസ്സിലാക്കാം, കാണാം. അനി ഹായ് പറയുന്നോ? നമ്മുടെ ഒരു പ്രേക്ഷകരാണ് കേട്ടോ. സേഫ് ജേണി. സുഹാന ടാറ്റ. ആമിന ടാറ്റ. ആമിന എന്നോട് വരുവാണ് കേട്ടോ. സോറി, ഞാൻ ആമിനോടെ പോവാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലിക്സ് ബസ്. ഞാൻ നമ്മുടെ ഹായ്, ഇത് ആക്ച്വലി ചെന്നൈയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. സോറി, ചെന്നൈയിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ. ഇത് 2 പേർക്കുള്ളത്, ഇത് ഒരാൾക്കുള്ളത്. നല്ല കൊള്ളാലോ. ഇവിടെ ആരുമില്ല കേട്ടോ. ആരുമില്ല. ഈ കാണുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ലൈറ്റൊക്കെ ഇട്ടുതരാം. ഒരു മനുഷ്യരില്ല കേട്ടോ. ഒരു മനുഷ്യരില്ലാത്ത ഇതിൽ ഞാനും എൻ്റെ കസിൻ മാത്രം കേട്ടോ. എന്ത് ലക്ഷറി കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഫ്ലിക്സ് ബസ്സിലൊക്കെ യാത്ര ചെയ്തോ കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്ലിക്സ് ബസ് കുറച്ച് ഫേമസ് ആവും. അപ്പോൾ കൂടുതൽ തിരക്കായിരിക്കും. ഇപ്പോൾ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലിക്സ് ബസ്. ഇത് അവസാനത്തെ സീറ്റ്. ഇതിലേക്കൂടെ ഒരു എമർജൻസി എക്സിറ്റ് ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ചാടി ഓടണമെങ്കിൽ ഇതിലേക്കൂടെ ചാടി ഓടിയാൽ മതി. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൗൺ ബർത്ത്. അപ്പർ ബർത്ത് ഇതാണ്. ഞാൻ അപ്പർ ബർത്ത് നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ട്. ചാർജറിൻ്റെ ഈ ഒരു ഇതുള്ളൂ കേട്ടോ. USB ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നീക്കാം, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നല്ല രസമുണ്ട്. പിന്നെ AC വരാനായിട്ടുള്ള കുറച്ച് വെന്റിലേഷൻ 2 ഇതുണ്ട്. നമ്മുടെ ഏതോ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുവാണ് കേട്ടോ. നമ്മളങ്ങനെ ഇനി നേരെ പോകുന്നത് കന്യാകുമാരി, സോറി നാഗർകോവിലാണ്. അടുത്ത നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. അതിനു മുമ്പ് പെടുക്കാൻ വേണ്ടി വിട്ടുന്നു. സോറി, മൂത്രമൊഴിക്കാൻ വേണ്ടി വിട്ടുന്നുണ്ട്. അപ്പം ബസ് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിർത്താനായിട്ട്. ഞാൻ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ഇതായപ്പം നമ്മുടെ ഫ്ലിക്സ് ബൂസ് ഇവിടെ ഏതൊരു ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ്, കേരളം വിട്ടിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണമാണ് കേട്ടോ. വെള്ളയ റെസ്റ്റോറൻറ്റ്. തമിഴ്നാട്ടിൽ വന്നാൽ ആദ്യം കുടിക്കേണ്ടത് കോഫി തന്നെയാണ്. അങ്ങനെ നമ്മൾ കോഫി കുടിക്കുകയാണ്. കോഫിയും എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. രാത്രി ഞാനിപ്പോൾ അങ്ങനെ അധികം കഴിക്കാറില്ല, കുറവാണ്. ആമിന ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. ഗീ റോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നി. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗീ റോസ്റ്റ്. ഞാൻ ജസ്റ്റ് വടയും കോഫിയും കേട്ടോ. കോഫി അടിപൊളി കേട്ടോ. കോഫി അടിപൊളി. അപ്പൊ ഇന്നലെ ഞാൻ ഇട്ട കൊള്ളൂലല്ലേ? ഇന്നലെ ആമിന നമുക്ക് എല്ലാവർക്കും, കുടുംബത്തിലെല്ലാവർക്കും വേണ്ടി കോഫി ഉണ്ടാക്കിയത്. അത് കൊള്ളായിരുന്നു. അതിൻ്റെ അത്ര ഇത് വരില്ല. അന്ന് വെറുതെ ആമിനെ സൂചിപ്പിക്കാൻ വേണ്ടി. അകലെ കൈലോസ് കിടന്നു. രാവിലെ എണീറ്റു. ബസ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വാഷ്റൂം ഉപയോഗിക്കാനും ഒന്ന് കോഫിയോ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി രാവിലെ എവിടെയോ കൊണ്ടുവന്ന് ബസ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇനിയും ഒരു 2-2.5 മണിക്കൂറുണ്ട് കേട്ടോ നമ്മൾ ചെന്നൈ എത്താൻ. ക്യാമറ ഇല്ല, റാപ്പിഡോ ഇല്ല പോകും. അങ്ങനെ അവസാനം നമ്മുടെ കോയമ്പേട് എത്തിയിട്ടുണ്ട്, നമ്മുടെ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ നുങ്കപ്പാക്കം എൻ്റെ മച്ചാനെ കാണാനാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെന്നൈയിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മാരൻ. അവനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. എൻ്റെ കസിൻ ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഷോപ്പ് വന്നപ്പോൾ ഇറങ്ങി. അവൾക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ഞാൻ നമ്മുടെ റാപ്പിഡോയിലാണ് വന്നത്. കുറച്ച് കാശ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പൈസ ഒന്നും വരുന്നില്ലേ? പൈസ വന്നു. ഇവിടെ ATM കൊളാക്കിയിട്ടേക്ക് നോക്കി ആൾക്കാർ ഫുള്ള് ചപ്പൻ ചവറും. ഞാൻ നമ്മുടെ മാരൻ മച്ചാൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ പോകണം. ഓക്കെ. അങ്ങനെ ഞാൻ മച്ചായെ കാണാൻ വേണ്ടി വന്നത് രാവിലെ ആണെങ്കിലും ഇപ്പോൾ സമയം വൈകുന്നേരമായി. മച്ചാ ലുക്ക് പண்ற മച്ചാ. I will say the reason why you don't talk to me. Should I say? Then hi சொல்லுங்க. നമസ്കാരം. ഇത് നമ്മുടെ അമരേഷ് ബ്രോ, ഇത് നമ്മുടെ മച്ചാ മാരനും അമരേഷ് ബ്രോ ആണ് കേട്ടോ. മാരൻ്റെ അടുത്തോട്ടാണ് ഞാൻ വന്നത്.
നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ചായ അല്ല, സോറി, കോഫി കേട്ടോ. ഇവിടെ കോഫി ഇല്ലേ? വൈകുന്നേരമായി. കുറച്ച് കഴിയുമ്പം എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. എനിക്ക് തായ്ലൻഡിലോട്ടാണ് ഫ്ലൈറ്റ്. ഞാൻ തായ്ലൻഡിലോട്ട് പോവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെന്നൈ വരെ വന്നത്. തായ്ലൻഡിലോട്ട് പോകാൻ ചെന്നൈയിൽ നിന്നാണ് ഒരു ചീപ്പ് ഫ്ലൈറ്റ് കിട്ടിയത്. ചീപ്പൊന്നുമല്ല, എന്നാലും കുറച്ച് എക്സ്പെൻസീവ് ഉണ്ട്. കോഫി, തമിഴ് കോഫി, കാപ്പി. ഞാനങ്ങനെ മാരൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ AC ഇന്ന് ഇതിനിടയിൽ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി. എനിക്ക് ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴുകാൻ പറ്റിയില്ല. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാരൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇഡ്ഡലി, ഇത് കറി, പനീർ കറി. ഇതെന്ന് വെച്ചാൽ ചിക്കനാ? ചിക്കൻ. ഇത് ടൊമാറ്റോ ചട്നി. കുറേ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവും. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. മച്ചാ, താങ്ക്സ് മച്ചാ. ഞാൻ എപ്പം വന്നാലും എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാം കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. മാരെന്ന് പറഞ്ഞാൽ നീ നൻപണ്ടാ. ഞാൻ മാരൻ്റെ വീട്ടിൽ നിന്ന് വിട പറഞ്ഞു. പാക്കലാം. ഓക്കെ, താങ്ക് യു. പാവമാണ് കേട്ടോ. മാരൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. താങ്ക് യു. വീഡിയോയിൽ കാണിക്കുന്നല്ലോ. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാനങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഇവിടെ കാണിച്ചായിരുന്നു. നമ്മുടെ തായ് ലൈൻ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. തായ് ലൈൻ എയർ SL0245 E13 E14 ചെക്കിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തായ് ലൈൻ്റെ നമുക്ക് ചെക്കിൻ. for Bangkok, Thailand. എൻ്റെ ബാഗ് 8.8 kg കാണിക്കുന്നുണ്ടല്ലോ പടച്ചാനെ. എൻ്റെ ഈ ബാഗ് കണ്ടിട്ട് ബാഗിന് പൊക്കം കൂടുതലുണ്ട് കേട്ടോ. പൊക്കം കൂടുതലായിട്ട് ചെക്കിൻ ചെയ്യണമെന്ന്. അതിന് എൻ്റെ അമ്മ കയ്യിലുള്ള പൈസ എല്ലാം പോകും മിക്കവാറും. തായ് ലൈൻ എടുത്തുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര പ്രശ്നം കേട്ടോ. ഇത്രയും പൊക്കമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സാധനത്തിന് ഇത്രയും പൊക്കമുണ്ട്. പൈസ പോകുന്നുണ്ടോ എൻ്റെ എനിക്കറിയില്ല. പക്ഷേ അബദ്ധമായി പോയി. ഞാൻ ഒരു ബാഗ് ഒളിപ്പിച്ച് വെച്ചു. തൽക്കാലം ഈ ബാഗ് ഒളിപ്പിച്ച് വെച്ചാൽ മതിയായിരുന്നു. എത്രയാ? ഓക്കെ ബ്രോ, ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ബ്രോ. പ്ലീസ് ബ്രോ. ஆக்சுவலாக அது வந்து 60 ബ്രോ അന്ത മാതിരി കൂട്ടാതെ இந்த സ്ട്രൈറ്റ് താണേ. സ്ട്രൈറ്റ് கிடையாது. അവസാനം വേറെ വഴിയില്ല കേട്ടോ. 3730 രൂപ കേട്ടോ. ഇതിൻ്റെ കുറച്ച് സൈസ് കൂടുതൽ എന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് പിടിങ്ങി വാങ്ങിച്ച്. ഞാൻ ഇത്രയും ഇങ്ങനെ വലുതായിട്ട് ആരടുത്തും ബെഗ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവരടുത്ത് ഞാൻ ബെഗ് ചെയ്തിട്ടും ഒന്നും നടന്നില്ല കേട്ടോ. അതാ ഇവിടെ ഇവരുടെ മാനേജിങ് ഒട്ടും കറക്റ്റ് അല്ല. വെറുതെ ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഭയങ്കര വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരു കറക്റ്റ് മാനേജിങ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് തായ് എയർലൈനിൽ വരല്ലേ, തായ് ലൈൻ എയർ ഇതെടുക്കരുത്. ഇതെടുത്താൽ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഇവർ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രമേ ചോദിക്കുകയുള്ളൂ. സർനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ചോദിക്കില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ എല്ലാം പേര് മാറ്റാൻ വേണ്ടി വീണ്ടും പൈസ കൊടുത്ത് അങ്ങനെ കുറേ ചുടമുണ്ട്. അതുകൊണ്ട് തായ് ലൈൻ എയർ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ പൈസ പോയി കേട്ടോ. 3730 രൂപ. അടിപൊളി പണി കിട്ടിയെന്ന് തോന്നുന്നു. ഓൾറെഡി ഹായ്, ഒരു മിനിറ്റ് ബ്രോ. ഞാനിപ്പോൾ ബാങ്കോക്കിലോട്ടാണോ? ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. അവർ ആദ്യം വന്ന് ഇത് നോക്കിയപ്പം അവർ പാസ്പോർട്ടിൻ്റെ മറ്റേ സീന് കണ്ടു. അപ്പോൾ പിന്നെ നോ ആക്ഷൻ എന്നാണല്ലോ ഉള്ളത്. അപ്പോൾ അവർ റിപ്പോർട്ട് തേടിയിട്ട് ആക്കി വിട്ടു. ഞാൻ എന്നിട്ട് സെക്യൂരിറ്റി ചെക്കിൽ പോയപ്പോൾ ഇതിൻ്റെ ഒരാൾ വന്ന് വിളിച്ചു. വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചു കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു വേറെ വലിയ ഇവരുടെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ്റെ ഉദ്യോഗസ്ഥൻ എന്നെ കടത്തിവിട്ട ആളെ തെറി വിളിച്ചു. അവസാനം എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറിൽ പോയപ്പോൾ അവരെൻ്റെ പാസ്പോർട്ട് കണ്ടപ്പോൾ അതിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അങ്ങനെ വായിച്ചു നോക്കിയപ്പം പിന്നെ കുറേ കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് പറഞ്ഞു നിങ്ങളൊരു റിപ്പോർട്ട് തേടിയാൽ മതി. അങ്ങനെ അവർ എൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതി എനിക്ക് പാസ്പോർട്ട് അടിച്ചൊക്കെ തന്നുവിട്ടു. ഞാൻ വീണ്ടും സെക്യൂരിറ്റി കൗണ്ടറിൽ പോയി ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഉടനെ ആ പുള്ളിക്കാരൻ ഓഫീസർ വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ മെയിൻ ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ മെയിൻ ഓഫീസർ പുള്ളിക്കാരൻ്റെ അടുത്ത് വഴക്കുറയാണ്, നീ എന്തിനാ അവനെ പറഞ്ഞു വിട്ടു തന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു
സാർ അതിൽ എഴുതിയിട്ടുണ്ട് നോ ആക്ഷൻ, ഇവനിക്കെതിരെ ഒരു ആക്ഷനും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ മറ്റേ ഓഫീസറിനെ എന്നെ വിട്ട ഓഫീസറിനെ തെറി വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ അവസാനം എന്നെ അവിടെ കുറച്ച് നേരം ഇരുത്തിയിട്ട് ഒരു 10 മിനിറ്റ് ഇരുത്തിയിട്ട് എന്നെ തിരിച്ച് എൻ്റെ അടുത്ത് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത്രയും ഉണ്ടായിരുന്നു കേട്ടോ, വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ബോർഡിങ് 8 ആണ് കേട്ടോ, 8 ആണ് എൻ്റെ ബോർഡിംഗ് ഗേറ്റ്. അങ്ങനെ നമ്മുടെ തായ് എയർലൈൻ്റെ ഫ്ലൈറ്റ് ബോർഡിങ് ഗേറ്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. എൻ്റെ 3700 രൂപ വെറുതെ പോയ ഫ്ലൈറ്റാണ് കേട്ടോ, തായ് എയർലൈൻ. ഈ കാണുന്നതാണ് കേട്ടോ, ബോയിങ് വിമാനമല്ല, ചെറിയ വിമാനമാണ്. ബോയിങ് അല്ല, ഈ കാണുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് തായ്ലൻഡിൽ പോയിട്ട് ഇങ്ങനെ പറയണം കേട്ടോ, സവാദിക്ക, പിന്നെ കപ്പുങ്ക, അങ്ങനെയാണ് കേട്ടോ നമുക്ക് പറയേണ്ടത്. ഞാൻ തായ്ലൻഡ് എക്സൈറ്റഡ് ഒന്നും അല്ല കേട്ടോ, ഇന്നത്തെ ഇത് കാരണം എൻ്റെ മൂഡ് ഫുള്ളായിട്ട് പോയി. എനിക്ക് പോവേണ്ടത് 16Fലോട്ടാണ് കേട്ടോ, പുറകിലോട്ടാണ്. ഞാൻ വാഷ്റൂം നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ വിഷമം ഇതുവരെയായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മാറിയിട്ടില്ല കേട്ടോ. ഇതാണ് തൊപ്പി. ഇനി മുതൽ ഞാൻ ഈ തൊപ്പിയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മറുപടി പറയൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി ആഫ്രിക്കൻ ഡ്രസ്സ് ഉപയോഗിക്കില്ല കേട്ടോ. അത് സത്യം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എനിക്കല്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല. പിന്നെന്താ പറയാനായിട്ട്, ഒന്ന് മൂത്രം ഒഴിക്കട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നു. കയറി ഞാൻ കിടന്നുറങ്ങി, അത് അറിഞ്ഞില്ല. ഉടനെ നമ്മൾ ബാങ്കോക്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബാങ്കോക്കിൽ 2 എയർപോർട്ടുണ്ട്, DMKയും പിന്നെ ഒന്ന് അതും. ഞാൻ DMKയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എമിഗ്രേഷൻ എല്ലാം വളരെ സ്മൂത്തായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചില്ല, ഫിംഗർ മാത്രം എടുത്തു. എൻ്റെ ബാഗ് വരുന്നുണ്ട്. 3700 രൂപ കൊടുത്തിട്ട് വന്ന ബാഗ് കണ്ടില്ലേ. ഫ്രജൈലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണല്ലോ, ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ ഫ്രജൈലിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് കേട്ടോ. എല്ലാവരും ഇളക്കി കളഞ്ഞ് വൃത്തികേടാക്കി. ഇനി ഞാൻ നല്ല ടയേർഡ് കേട്ടോ. ഞാൻ എങ്ങോട്ട് പോകണമെന്നൊന്നും കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല, അതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. അങ്ങനെ അവസാനം ഞാൻ നമ്മുടെ തായ്ലൻഡിലെ എയർപോർട്ടിലോട്ട് എക്സിറ്റ് അടിച്ചു. ഞാനിനി സിറ്റിയിലോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ യാത്ര പറയുകയാണെങ്കിൽ ഇന്നലെ മെനിങ്ങാന്ന് ഉച്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പെട്ടെന്ന് ചിന്തിച്ചതാണ് തായ്ലൻഡിൽ പോവാം. ഉടനെ ഞാൻ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലോട്ട് വരാൻ ബസ് കയറി ഇവിടെ വന്നു, ഫ്ലൈറ്റ് എടുത്തു, ഇവിടെ വന്നു. എവിടെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് എൻ്റെ ചൈനീസ് ഫ്രണ്ട്, അവൻ ബാങ്കോക്കിലുണ്ടെന്ന് പറഞ്ഞത്. അവൻ പട്ടായ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഓപ്ഷൻ അവൻ്റെ കൂടെ പട്ടായ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പട്ടായ പോകാൻ തീരുമാനിച്ചു. പിന്നെ അതിനുള്ളിൽ എൻ്റെ ഒരു ജപ്പാനിലുള്ള ഒരു സ്ത്രീയെ കണ്ടു. പുള്ളിക്കാരി വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, 30-35 വയസ്സേ ഉള്ളൂ. പുള്ളിക്കാരിയുടെ ഒരു കൊച്ചു ബേബിയും കൂടെ കേട്ടോ. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ചു. ലാസ്റ്റ് പരിചയപ്പെട്ട് വന്നപ്പം അവർക്ക് ആക്ച്വലി എൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണം. അതായത് പുള്ളിക്കാരിക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് വേണമെങ്കിൽ നടക്കാം. പിന്നെ ഞാൻ എൻ്റെ ചൈനീസ് ഫ്രണ്ട്, അവൻ പട്ടായ പോകണമുണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ട്രാവൽ ഈസിയാണ് കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ കംഫർട്ട് സോണിൻ്റെ പുറത്ത് വന്നാൽ നമുക്ക് ഈസിയാണ്. ഒരു പ്ലാനും ഇല്ലാതെ പോയാലും ചിലപ്പോൾ ഈസിയാണ്. ഞാനിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനും പോകുന്നില്ല, ടാക്സി സർവീസ് എടുക്കാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. ഞാനിനി പോകുന്നത് നേരെ വണ്ടി എടുത്ത്, കാർഡുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു കാർഡുണ്ട്. ആ കാർഡ് വെച്ചിട്ട് ഞാൻ പേ ചെയ്ത് ഞാൻ എൻ്റെ ചൈനീസ് ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിലോട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നേരെ പട്ടായ പോവാണ്. ബാങ്കോക്കിൽ തൽക്കാലം പരിപാടിയില്ല. ഹായ്, ഡു യു ഹാവ് സം ഫെസ്റ്റിവൽ ടുഡേ? No, do you have some festival today? This dress. Yeah. Sir. I don't know. Can I take video? Photo? Okay. Okay, thank you. കപ്പുങ്ക. ഇവർ കണ്ടില്ലേ, ഒരു തായ് ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി കേട്ടോ. ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ടാണ്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പൂവും കായ്കളിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇറ്റ്സ് ഗുഡ് ഡ്രസ്.
അപ്പോൾ പുള്ളിക്കാരി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് തരുവാണ് കേട്ടോ. അടിപൊളി. ഞാനങ്ങനെ ബാങ്കോക്കിലോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ബാങ്കോക്കിലോട്ട് സ്വാഗതം. ഈ കാണുന്നത് ഇവിടുത്തെ ലോട്ടറി, ഇത് ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ബസ് എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. ഈ കാണുന്ന ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഞാൻ രണ്ടാമതാണ് ബാങ്കോക്കിൽ വരുന്നത്. അന്ന് ആദ്യമായിട്ട് വന്നത് ഞാൻ എക്കെ റോഡാണ് കേട്ടോ. ഇനി 504 നല്ല തിരക്കും സൗണ്ടും എനിക്ക് പോകേണ്ട ബസ് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ 504. അതെങ്ങനെയാണെന്തോ പൈസ ടാപ്പ് ചെയ്യുന്നത്. ബ്രോ താങ്ക് യു. ഓക്കെ ഓക്കെ. ഞാൻ ആക്ച്വലി അബദ്ധം പറ്റി കേട്ടോ. എൻ്റെ കാർഡ് വെച്ചിട്ട് ഇതിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് പൈസ ഇല്ല. ഞാൻ കുറേ നേരം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ ഒരു പുള്ളി എനിക്ക് വേണ്ടി പൈസ നീട്ടി കേട്ടോ. പാവം കേട്ടോ, ഒരു യങ്സ്റ്റേഴ്സ് പയ്യൻ കേട്ടോ. താങ്ക് യു. Bro, thank you so much. Video, okay? Thank you. Kapunga. Okay. പാവം പയ്യൻ കേട്ടോ. എനിക്ക് വേണ്ടി പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്ത് തന്നു. സമാധാനമായി. സിറ്റി പോയിട്ട് ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് പൈസ ഇത് ചെയ്യണം കേട്ടോ. പൈസ വന്ന് എനിക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. അങ്ങനെ അവസാനം ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. എത്ര നേരം എടുത്തെന്ന ബസ് ഭയങ്കര ലേറ്റായി. ഞാൻ തായ്ലൻഡിലെ ബാങ്കോക്കിലെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം സെയിം ഇതേ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിയിട്ട് എക്കയുടെ കൂടെ ഇതുപോലെ നടന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എക്കയുടെ കൂടെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് മെട്രോ കയറാൻ വേണ്ടി പോയി. അതുപോലെ ഞാൻ ആക്ച്വലി എപ്പോഴും പോകാനായിട്ട് പോകുന്നു. ഞാൻ ഇനി ബാങ്കോക്കിൽ നിൽക്കുന്നില്ല. തൽക്കാലം പട്ടായ പോയിട്ട് വരാം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം നമ്മുടെ സബ്വേ ലൈനുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് എർവാൻ. ഈ കാണുന്നത് ഇവരുടെ ബുദ്ധവിശ്വാസപ്രകാരം പല ആളുകൾ, എസ്പെഷ്യലി ചൈനയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തിന് എന്താ പറയുക ഇങ്ങനെ പുഷ്പാർച്ചനയും പൂജകളൊക്കെ അർപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ക്വയറാണ്. അവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം കേട്ടോ. ആൾക്കാർ ദൈവത്തിന് ഓഫറിങ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ നമ്മുടെ BTS സ്റ്റേഷനിലോട്ട് വന്നതാണ്. ഇവിടെ നിന്ന് ഇനി മെട്രോ എടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. BTS ചെയ്യാം. ഇപ്പോൾ എൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. വീണ്ടും ടാപ്പിങ്ങിന് വന്നപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. ടപ്പുങ്ക താങ്ക് യു. നല്ല ആളുകൾ കേട്ടോ ഇവർ. ഞാൻ അവസാനം പൈസ ബെക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. എനിക്കറിയില്ല, ഈ കാർഡും വർക്കാവുന്നില്ല, പൈസയും ഇത് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കട്ടെ. രക്ഷപ്പെട്ടു കേട്ടോ. അവസാനം ടാപ്പ് ചെയ്ത് നമ്മൾ കയറിയിട്ടുണ്ട്. യെസ്, ഫൈനലി. ഞാനങ്ങനെ മെട്രോയിൽ കയറി നമ്മുടെ എക്മായി ബസ് ടെർമിനലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ബസ് എടുത്തിട്ട് നമുക്ക് പട്ടായയിലോട്ട് പോകാനായിട്ട്. ഒരു വലിയൊരു ബസ് ടെർമിനലാണ്. നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാം. ഗവൺമെൻറ് ബസ്, പ്രൈവറ്റ് ബസ്സുകളും ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് കേട്ടോ നമുക്ക് പട്ടായയിലോട്ട് പോകാനായിട്ടുള്ള ബസ്സുകൾ. ഇവിടെ ടൈമും സംഭവം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കുറേ ആൾക്കാർ അവരുടെ കൗണ്ടറിലോട്ട് വിളിക്കുവാണ് പട്ടായ 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 എന്ന്. ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. Oh, what the heck, man? Welcome. Ni hao ma. Yoshunali. Pataya? Yeah. Okay, so ഇനി നമുക്ക് ബസ് ബുക്ക് ചെയ്യണം. amazing. How can 160? No, 150 Pataya, 150 no? 160. Bali hai, yeah. Oh, okay, okay. Bali dia dia. Mắc gì, mắc củaพี่. ഈ കാണുന്നതാണ് കേട്ടോ. Follow him. 13. Okay, okay. കപ്പുങ്ക. ഇനി നമ്മൾ ബസ് എടുത്തിട്ട് പോവാണ്. ഇനി പട്ടായയിൽ പോവാണ്. പട്ടായ എന്ന് പറയുമ്പോൾ അറിയാലോ, അടിച്ചു പൊളിക്കേണ്ട സ്ഥലമാണ്. ഞാൻ അടിച്ചു പൊളിക്കാനൊന്നും അല്ല പോകുന്നത്. ഇന്ന് ഷബാത്ത് ഉണ്ട്. അതായത് വി ആർ ഗോയിങ് ഫോർ ഷബാത്ത്.
ഷബാത്ത് ഷാലോം, ഷബാത്ത് ഷാലോം. അതായത് നമ്മുടെ ജൂയിഷ് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. ഷബാത്ത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ഉള്ള ഒരു. He didn't give me response, so be careful. വെരി സാഡ് ദെൻ. നമ്മുടെ വണ്ടി ഈ കാണുന്നതാണ്. കുറേ ബസ്സുണ്ട് കേട്ടോ, കുറേ കമ്പനികളുണ്ട്, ഗവൺമെൻറ് ബസ്സുണ്ട്. 130 രൂപയ്ക്കൊക്കെ പോവാം. 130 എന്ന് പറയുമ്പോൾ 100, 200, 300, 400 രൂപയ്ക്കൊക്കെ പോവാം. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തത് കൂടുതൽ പൈസയാണ് കേട്ടോ. 400 രൂപ, 500 രൂപ അടുപ്പിച്ചാണ്. ഇതാണ് കേട്ടോ. Alhamdulillah. Yeah, we have an extra. നമ്മൾ ഭയങ്കര രീതിയിൽ ഹാപ്പി ആയിട്ടിരുന്നതാണ് ബാഗ് വയ്ക്കാൻ. Can you keep this also? Oh, sorry. Oh, Kapanga. Yes. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാനായിട്ട് സമയം കിട്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. Today you going to do bum bum? No. It's you, bro. No, അല്ലേ? അവിടെ ബസ് അവിടെ നിർത്തിയിട്ടൊക്കെയാണ്. ഏതൊരു പെട്രോൾ സ്റ്റേഷനിൽ നമ്മുടെ ബസ് നിർത്തിയിട്ടൊക്കെയാണ്. നമ്മുടെ ബാഗ്, you wanna keep your bag? Okay. I think it's suiting you, you know. Keep it on your head. Can I see? Later, bro. Come on, man. അങ്ങനെ നമ്മളിനി പട്ടായയിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഒറ്റ സ്റ്റോപ്പാണ് കേട്ടോ. ഇത്രയും നേരം നല്ലപോലെ കിടന്നുറങ്ങി, നല്ല ഉറക്കം വരുന്നു കേട്ടോ. നമ്മുടെ പട്ടായയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പട്ടായ ബീച്ച്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഇറ്റ്സ് എ റെയിനി ഫീൽ, യുനോ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ പട്ടായയിലെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ബ്രോ, പട്ടായ വൈബ്. ഞാൻ ഭയങ്കര സന്തോഷം കേട്ടോ. എന്തുകൊണ്ടെന്ന് എനിക്ക് തന്നെ സത്യത്തിൽ അറിയില്ല. ഇത്ര സന്തോഷം എന്തിനാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം മെക്കേരോടെയാണ് കേട്ടോ ഞാൻ പട്ടായയിൽ വന്നത്. ഇപ്രാവശ്യം നമ്മുടെ ഷൂവിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. ഒരു സാർ ഹലാൽ ഫുഡ്, ബെസ്റ്റ് ലെബനീസ് റെസ്റ്റോറൻറ്റ്, പിന്നെ നിർവാണ, പിന്നെ ഇവിടെ ചൈനീസിലെ ഫുള്ള് പരസ്യങ്ങളാണ് കേട്ടോ ഇവിടെ ഒട്ടി വെച്ചിരിക്കുന്നത്. താങ്ക് യു. കപ്പുങ്ക. You don't know Kapunga? Thanks? Huh? Thanks? No, yeah, it's like thanks. You should say like Kapunga. Oh, I don't even know that. Oh my god. ഇനി നമ്മൾ ഇവൻ്റെ ഹോസ്റ്റലിലോട്ട് പോവാണ്. ഞാനും ഇന്ന് ഹോസ്റ്റൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ് ഇവൻ ഉള്ളതുകൊണ്ട്. ബട്ട് അതേസമയം എൻ്റെ അളിയൻ്റെ ഒരു കസിനുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെയാണ് കേട്ടോ. ചിലപ്പോൾ പുള്ളി ഹോസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോവാം. കണ്ടേ ഇവിടെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ലാഹോർ ഇന്ത്യൻ അമൃത്സർ റെസ്റ്റോറൻറ്റ്. നമ്മുടെ തായ്ലൻഡിലെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് 7-Eleven. ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രസിദ്ധമാണ്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ രാത്രിയൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നൈറ്റ് സ്ട്രീറ്റൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ ഇതിൻ്റെയൊക്കെ ഇത്. Are you here for the first time, bro? Yeah, first time in Pattaya. How do you feel? It's cool. It's cool? Full freedom, right? Full of freedom, yeah. Compare with Vietnam. Yeah, exactly. വിയറ്റ്നാമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു തായ്ലൻഡ് കൂടുതൽ ബെറ്റർ ആണെന്ന് തോന്നുന്നു. വിയറ്റ്നാമും ഓക്കെയാണ്. ഇവിടെ കണ്ടില്ലേ സ്മോക്ക് വീട് ഫുൾ. ഇവിടെ വീടും സംഭവങ്ങളൊക്കെ ലീഗലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷോപ്പൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നടന്നു പോകുമ്പം ഓരോ പെമ്പിള്ളേർ അവനെ വിളിക്കുവാണ് കേട്ടോ. അവന് ഭയങ്കര ഷൈ. You shouldn't feel shy, you know. Here, when they smile at you, you should smile back. How? Here, okay. And hostel എത്തിയിട്ടുണ്ട് കേട്ടോ. ജുർഫ് ഹോസ്റ്റൽ. Oh, it's just next to the store. Cool. കനാബി സ്റ്റോറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അവൻ്റെ ഹോസ്റ്റൽ എന്നെ സ്ഥിതി ചെയ്യുന്നത്. ജുർഫ് ഹോസ്റ്റൽ.
നമ്മൾ ചെറുക്കൻ്റെ ഡോം ബെഡ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓ, looks so nice. അതിൻ്റെ മുഖം പോയത് തൊട്ടടുത്തുള്ള നമ്മുടെ വണ്ടി വന്ന് വണ്ടിയിൽ കയറി ഞാൻ പോവാണ്. ഓക്കെ, പുള്ളിയുടെ ഫോട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. പക്ഷെ വന്നത് ഒരാണാണ്, കണ്ടില്ലേ? ഇവിടെ എല്ലാം മാറ്റമാണല്ലോ, കണ്ടില്ലേ? ഇതാണ് ഫോട്ടോ കാണിച്ചിരിക്കുന്നത്. അയ്യോ, കപ്പുങ്ക. നമ്മളങ്ങനെ ടാക്സി പിടിച്ച് ഞാൻ നമ്മുടെ ബ്രോനെ കാണാൻ വേണ്ടി ഹാപ്പി പ്രൈഡ് മന്ത് 2025 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഇനി ബ്രോനെ കോൺടാക്ട് ചെയ്യട്ടെ. ഈ കാണുന്നത് ഒരു തിയേറ്റർ പോലെയാണ് കേട്ടോ, നമ്മുടെ ഷോസൊക്കെ നടക്കുന്ന ഒരു തിയേറ്റർ പോലെയാണ്. ഇവിടെ മുംബൈ മസാല എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ബ്രോ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. ഞാൻ കയറിപ്പോയി നോക്കട്ടെ. മുംബൈ മസാല, ഇവിടെ ധാരാളം ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ, വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, റഷ്യൻ റെസ്റ്റോറൻറ്റുകൾ, കൊറിയൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളം ഉണ്ട്. കാരണം ഈ പല പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ നമ്മുടെ മുംബൈ മസാലയിൽ വന്നിട്ട് നേരെ കയറിയത് ഇവിടെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ബ്രോ എന്നെ വന്നിട്ട് ഉടനെ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇവരെല്ലാം മലയാളികളാണെന്ന് തോന്നുന്നു കേട്ടോ. മലയാളികൾ ടൂറിസ്റ്റായിട്ട് വന്നവരാണ് കൂടുതലും. ഞാനങ്ങനെ ഇനി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്തോട്ട് പോവാണ്. സോറി, ഞാൻ ബ്രോനെ കാണിച്ചു തന്നില്ല കേട്ടോ. ബ്രോ എനിക്കൊരു സ്ഥലം അറേഞ്ച് ചെയ്തു. ഓ, അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ഇതിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഈ മസാജ് സ്ട്രീറ്റിലുള്ള ആളുകളെല്ലാം എൻ്റെ അടുത്ത് എൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് കയറ്റുവാണ് കേട്ടോ. പിന്നെ എൻ്റെ തൊപ്പിയും സാമഗ്രിയൊക്കെ കണ്ടപ്പോൾ അവർ എന്നെ വേറെ എന്തൊക്കെയാണ് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നെ വിളിച്ച് കയറ്റുന്ന കാഴ്ചയായിരുന്നു. ഞാൻ പോകുന്നത് ഇവിടെ അടുത്താണ് കേട്ടോ നമ്മുടെ സ്റ്റേ. എനിക്കങ്ങനെ റൂം കിട്ടി. മുകളിലാണല്ലോ, 4ാമത്തെ ഫ്ലോറാണ് കേട്ടോ. എൻ്റെ അമ്മ, നല്ല മുകളിലോട്ടാണല്ലോ പോകുന്നത്. അമ്മ, ഇതാണ് കേട്ടോ ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലം. വ്യൂ നോക്കട്ടെ, വ്യൂ ഉണ്ടെന്ന് അവർ പറഞ്ഞു. തുറക്കാനൊന്നും പറ്റുന്നില്ലേ? യു വാണ്ട് ഹെൽപ്പ്? Can I help you? ഇതൊന്നും വർക്കാവുന്നില്ലല്ലോ. I think it's stuck. It's stuck. ഇവിടെ നിന്നാണ് കേട്ടോ. എനിക്കൊന്ന് ലാസ്റ്റ് വന്ന ഗസ്റ്റാണോ എന്തോ. ഇവിടെ നിന്ന് നമുക്ക് മോളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ദ ബീച്ച് കൊള്ളാം കേട്ടോ. ഞാൻ ഇനി ഇവിടെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 ദിവസം ഞാൻ പട്ടായയിൽ കാണും. പട്ടായയിൽ ഞാൻ അടിച്ചു പൊളിക്കും. എന്നിട്ട് പുതിയ പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ പാക്കേജൊക്കെ പട്ടായയിലോട്ട് ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണ്. തായ്ലൻഡ് ആക്ച്വലി ഭയങ്കര ചിൽ സ്ഥലമാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ എക്കേരോടെ വന്നപ്പം തന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. കപ്പും കാ ഞാൻ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇറ്റ്സ് ഓക്കെ. ദിസ് റൂം മോർ ഗുഡ്. I have the India or Bali? No India? I'm not India? I think India or Bali. India or Bagi? Yes. Bagi means? Huh? Bagi means where? Pakistan. പാകിസ്ഥാൻ. ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നാണ് ഗസ് ചെയ്തത്. നമ്മളങ്ങനെ ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പാൻറ് ഇട്ടിട്ട് എനിക്ക് നമ്മുടെ ഷബാത്തിന് പോകണം. ഷബാത്ത് ഇവിടുത്തെ, അതായത് നമ്മുടെ ഷബാത്ത് അറിയാമല്ലോ, വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ഈ ജൂയിഷുകാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഷബാത്ത് എന്ന് പറയുന്നത്. അതായത് ഹാവ് യു എക്സ്പീരിയൻസ് ഷബാത്ത് ബിഫോർ? Yeah. Where? In which country? Cambodia. Cambodia.
So how was the experience? Did they allow you easily? Yeah. It depends on the rabbi. Rabbis, yeah. Some rabbis are very hard and some rabbis are very small. അതായത് നമ്മുടെ റബായിസ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് ചില റബായിസ് കുറച്ച് പാടായിരിക്കും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. ചില റബായിസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പർ ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ. ഹലോ, ഞാൻ എൻ്റെ റൂം കൊളാക്കുന്നതിന് മുമ്പ് ദാണ്ട ഈ ഹംസത്തിനെ കാണിച്ചു തരാം. ഹംസം എടുത്തു. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ വ്യൂ. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അവിടെ നേരെ നമുക്ക് ബീച്ചാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കൊള്ളാം, നൈസ്. തായ്ലൻഡിൽ കാണുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഇപ്പോൾ ഒരാൾ പോയത് ഒരു അപ്പൂപ്പനാണ് കേട്ടോ. അപ്പൂപ്പൻ കൊണ്ടുപോയത് ഒരു പട്ടിയെ പോലെ ഇങ്ങനെ വാലൊക്കെ നിർത്തിയിട്ട് ഒരു പയ്യനെയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വേറെ സംഭവങ്ങൾക്ക് വേണ്ടിയാണ്. തായ്ലൻഡ് ഈസ് തായ്ലൻഡ് കേട്ടോ. ഇതൊക്കെ ഇതാണ്ടേ, ഇവിടെ തന്നെ ഹൈ വീഡ് സൊസൈറ്റി. ഇവിടെ ഇതെല്ലാം ലീഗലായതുകൊണ്ട് എല്ലായിടത്തും വീടിൻ്റെതും എല്ലാം അങ്ങനത്തെ കടകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കര കോമൺ. നമ്മുടെ നമ്മുടെ ഷിലാത്ത് അവന്യൂ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിലോട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സിനഗോഗൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബാറുകളും ക്ലബ്ബുകളും സംഭവങ്ങളൊക്കെയാണ്. ഇനി ക്യാമറ അങ്ങനെ ഓണാക്കാൻ പറ്റില്ല, ക്യാമറ ഓഫ് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. പരിപാടി കഴിഞ്ഞു. സത്യം പറയാലോ, എന്തൊരു വലിയ ശബാത്ത് പരിപാടിയായിരുന്നെന്ന് കേട്ടോ. എൻ്റെ അമ്മ, ഒരു 10-100 പേരുണ്ടായിരുന്നു. വമ്പം പരിപാടികളായിരുന്നു. ഫുഡും അവരുടെ പ്രാർത്ഥനയും അതും. ഫോണും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അടിപൊളിയായിരുന്നു. ഭക്ഷണമൊക്കെ കുറേ ഭക്ഷണം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു വൈബായിരുന്നു. ശബാത്ത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു ലോകമാണ് കേട്ടോ. കറക്റ്റ് ശബാത്ത്. തിരക്കും തിക്കും ഫുള്ള് ഇതാണ്ട് മ്യൂസിക്കും പാട്ടും. എൻ്റെ അമ്മോ, ലാസ്റ്റ് വന്നപ്പോൾ പോലും ഞാൻ ഇത്രയും ഇത് കണ്ടില്ല. ഇവിടെ ഫുള്ള് കാണാം കേട്ടോ. ഫുള്ള് നൈറ്റ് സ്ട്രീറ്റുകൾ, മസാജ് പാർലറുകൾ, പിന്നെ എന്താ പറയുക, ക്ലബിങ് പരിപാടികൾ, അങ്ങനത്തെ സംഭവങ്ങളും ഫുള്ളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫുള്ള് പാട്ടും കണ്ടില്ലേ. ഇവിടെ നോക്കിയാലും ഇന്ത്യക്കാരെയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് കേട്ടോ നമുക്ക് മുഴുവൻ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് ഒരു അമൃത്സർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മളിങ്ങനെ ബീച്ച് ഭാഗത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടെ ധാരാളം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ധാരാളം നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ, എസ്പെഷ്യലി ഈ ഒരു ബീച്ച് ഏരിയയുടെ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ പട്ടായയുടെ വീഡിയോ കഴിഞ്ഞു. ഞാൻ രാവിലെ എണീറ്റു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചേർത്താണ്. അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി പട്ടായയുടെ കാഴ്ചകളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.